ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി സ്റ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ബ്രേക്കിംഗ് ഉണ്ടാവാണ്ട് നിഫ്റ്റിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, സി ആണെങ്കിലും പി ആണെങ്കിലും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിഫ്റ്റി ഇന്ന് നല്ലൊരു പി സെൻറ്റിമെൻറ്റ് രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നിങ്ങളോട് ഞാൻ 2-3 ദിവസമായിട്ട് പറയണം, എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുക. 25,431, 25,255 ആണ്. അപ്പോൾ 200 പോയിൻ്റ് ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്യാപ്പ് മീൻസ് ആ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ 200 പോയിൻറ്റും ബ്രേക്ക് ചെയ്യണ രീതിയിലേക്കൊക്കെ പോകണം കാര്യങ്ങൾ. ഇന്ന് രാവിലെ എല്ലാവർക്കും നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. സ്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഗ്രൂപ്പിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാണ്ടെയോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാണ്ടെയോ ഒന്നും കണ്ടിന്യൂ ആവില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഇവിടെ പിയും കൺഫേം അല്ല, സിയും കൺഫേം അല്ല. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. മോർണിംഗിലത്തെ ഒരു ഹ്യൂജ് സെല്ലിങ്ങിൽ നമുക്ക് പി കൺഫേം ആണ്, അത്ര ഉള്ള കാര്യം. ഫർദർ പി കണ്ടിന്യൂ ആവണമെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ആവണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിയിലേക്ക് പോവില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ നിഫ്റ്റി ചാർട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയാണ്. നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത് ഒരു മധ്യഭാഗത്താണ്, സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ മധ്യഭാഗത്താണ്. ഇതെങ്ങോട്ടാണെന്നൊരു തീരുമാനം എപ്പോഴും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഡേ ഫ്രെയിമിലേക്ക് നോക്കണ സമയത്ത് കണ്ടിന്യൂ സി മാർക്കറ്റാണ് നിഫ്റ്റിയിലുള്ളത്. ഇനി വലിയൊരു സെൽ ഓഫ് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. 25,000 മിസ്സിനോട്ടെ സ്മോൾ ഏരിയ, അതാണ് കുറച്ച് മനസ്സിലാക്കുക. 25,400, 300 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സെല്ലിങ് വരുന്ന ഏരിയകളാണ്. അപ്പോൾ ഓരോരോ പൊസിഷൻ ടച്ച് ചെയ്യുന്ന സമയത്ത് ഹൈ എൻഡ് റിയാക്ഷൻസ് വരും. മനസ്സിലായാലേ? അതൊക്കെയാണ് രാവിലെ വന്നേക്കണത്. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു സെൽ ഓഫ് നടക്കാനൊക്കെ സാധ്യതകളുണ്ട്. ക്രൂഡ് ഓയിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, BTCയും കൊടുത്തിട്ടില്ല, എത്തേറയും കൊടുത്തിട്ടില്ല. ടോട്ടൽ നമ്മൾ ഈ ചാർട്ടിൽ തന്നെയായിരുന്നു. ഇന്നത്തെ പിയിലത്തെ ഒരു പെർഫോമൻസിലാണ് ഫുൾ ടൈം ചാർട്ടിൽ ഇരുന്നത്. പക്ഷേ അത് അതിനുള്ള ഒരു മാർക്കറ്റ് സിനാരിയോ ഉണ്ടായിട്ടില്ലേ. മിസ്സായി പോയ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അഗ്രസീവായിട്ട് എടുക്കുന്നവർക്ക് ഇത് ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അഗ്രസീവായിട്ട് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുൾ ടാർഗറ്റ് വരും, അത്രയുള്ള കാര്യം. നമ്മൾ 25,400 പി രാവിലെ 63.15, 88.60 ഈ 2 പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പ്രൈസ് ആക്ടിവേഷനാണ്, 2 പ്രൈസും അഗ്രസീവായിട്ടുള്ള ആക്ടിവേഷനാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഗ്രസീവായിട്ട് എടുത്താലേ പ്രോഫിറ്റിക്ക് വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ ആ ഒരു മൊമെൻറ്റം ഇവിടെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ആ ഒരു മൊമെൻറ്റം മാർക്കറ്റിലില്ല. 19-ാം തീയതി ഒരു 10 മണി വരെയുള്ള മൊമെൻ്റാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഫുൾ കൺസോൾട്ടേഷനാണ്. 10 മണി 10:15 ശേഷം കൺസോൾട്ടേഷനാണ് ഫുൾ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. വേറെ എൻട്രികൾ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 83,000 പി ആണ്. 83,000 പി അത്യാവശ്യം നല്ല മൊമെൻ്റ് തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. പലരും എടുത്തിട്ടുമുണ്ട്. 150 പോയിൻ്റാണ് റണ്ണ് വന്നേക്കണത്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 80 പോയിൻറ്റ് 90 പോയിൻ്റൊക്കെ ആയിട്ടുണ്ട്, 100 പോയിൻ്റൊക്കെ ആയിട്ടുണ്ട് 10 മിനിറ്റ് കൊണ്ട്. ബാക്കിയുള്ളത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, ബാക്കി 50 പോയിൻറ്റ്. പിന്നെയും സെൻസസ് നിൽക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ്, ബൈയിങ് പ്രൈസിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തൊരു ലെവലിൽ എത്തിയിട്ടുമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നീട് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ ഉണ്ട്. നമുക്കൊരു 90 പോയിൻ്റൊക്കെ ഈസിയായിട്ട് പറയാം. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലാണ് ആക്ടിവേഷൻ നടന്നേക്കണത്. അതും ഒരു 1:1 ഒക്കെ തന്നെയാണ്. പിന്നെ മാർക്കറ്റ് പിന്നെയും ഇതേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 408 ആണെങ്കിലും 326 ആണെങ്കിലും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഫിഗേഴ്സാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പിന്നെയും വന്നേക്കാണ് മാർക്കറ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണ്ടായിരുന്നു, ഒരു മൊമെൻ്റ് കിട്ടിയിട്ടില്ല. പിന്നെ 25,350 സി ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു 10 പോയിൻ്റൊക്കെ ഈസിയായിട്ട് പോയിട്ടുണ്ട്. അത് ഹോൾഡ് തിരിക്കുകയാണെങ്കിൽ കിട്ടും. പക്ഷേ സ്റ്റിൽ അത് SL ആയിട്ടില്ല. അതപ്പോൾ എടുത്ത് ഹോൾഡ് ചെയ്യണവരുണ്ടെങ്കിൽ SL അല്ല, അത്രേ ഉള്ളൂ. ഹോൾഡ് തിരിക്കുക എന്നുള്ള സെറ്റപ്പ് അല്ല കേട്ടോ പറയണത്. അതേപോലെ തന്നെ വേറെ സി 82,900 സി, അതാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. SL ഒന്നും ആവില്ല, വെറുതെ ഹോൾഡ് ചെയ്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ, 1:1 ഇല്ല. പിന്നെ 25,300 പി രാവിലെ കൊടുത്തതാണ്. അത് 20 പോയിൻ്റ് എക്സാക്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത ലെവലൊന്നും ആക്ടിവേഷൻ ആയിട്ടില്ല. അതിനടുത്ത കാര്യങ്ങൾ. പിന്നെ നമുക്ക് 82,600 പി 82,600 പി ഞാനിതൊരു 3 വട്ടം എടുത്തതാണ്. ഈ 3 എൻട്രിയും 3 എൻട്രി അല്ല, ഇതിൽ 2 എൻട്രി ഞാൻ എടുത്തതാണ്. ഒരു
രാവിലത്തെ ഫസ്റ്റ് കാണിച്ച ഒരു 150 പോയിൻറ്റിൻ്റെ സെൻസസും എടുത്തതാണ്. ഇതിന്ന് 2 എൻട്രി എടുത്തിട്ടുണ്ട്. രണ്ടും കോസ്റ്റാണ്. ടോട്ടൽ സെൻസസിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലവരിയ്ക്കും. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, സെൻസസ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യമാണ് നടന്നത്. സൈഡ് വേസ് മാർക്കറ്റാണ്. പക്ഷെ രാവിലെ ഒരു 10:15 ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ആ ടൈമിന് അവൈലബിൾ ആയവർക്ക് പ്രോഫിറ്റുകൾ വന്നിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടാവാം, പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടാവാം. അത്രയാണ് പറയാനുള്ളത്. ഹ്യൂജ് ഒരു മൊമെൻറ്റം എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഒന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഓരോ പ്രൈസുകളിൽ ട്രേഡ് എടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് സ്റ്റഡി ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ 2 സെഗ്മെൻ്റ് ആക്കിയിട്ടുണ്ട്. കോഴ്സിനെ നമ്മൾ 2 സെഗ്മെൻ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് റെക്കോർഡഡ് വീഡിയോ മാത്രമുള്ള ഒരു സെഗ്മെൻറ്റ്, പിന്നെ റെക്കോർഡ് വീഡിയോ പ്ലസ് ഓൺലൈൻ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഓൺലൈനിന് വേറെ സെഗ്മെൻറ്റ്. അപ്പോൾ റെക്കോർഡ് വീഡിയോയ്ക്ക് എമൗണ്ടിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ, ഫീസിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ, ബാക്കി ഓൺലൈനിന് ബാക്കി പകുതി. അങ്ങനെയാണ് ഇപ്പോൾ കണക്കൂട്ടി വെച്ചാണത്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് വീഡിയോ മാത്രം മതി, അത് കണ്ട് ഞാൻ പഠിച്ചോളാം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ലൈഫ് ലോങ്ങിലുള്ള ആക്സസ് ഉണ്ടായിരിക്കും. നമുക്ക് 2 വീഡിയോ ഉണ്ട്. ഒരു വീഡിയോ ഈ പറഞ്ഞ രീതിയിൽ 1 മണിക്കൂറിൻ്റെ ഫുൾ ക്ലാസ് ആയിരിക്കും. ബാക്കി ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ക്ലാസ്, അതായത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത ഫസ്റ്റത്തെ വീഡിയോ ആണത്. അതിനുശേഷം ചാനലിൽ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട്. അതാണ് 2ാമത്തെ വീഡിയോ, എക്സ്റ്റെൻഡ് വീഡിയോ ആണത്. അങ്ങനത്തെ 2 വീഡിയോ ആണ്. രണ്ടിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വീഡിയോസായിട്ട് 2 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ബൈ ചെയ്തെടുക്കുക. ഓൺലൈൻ ചെയ്യണം, ഓൺലൈൻ കൂടിയും വേണം താല്പര്യമുള്ളവർക്ക് ഓൺലൈനും അവൈലബിൾ ആണ്. അപ്പോൾ അത്രയുള്ള അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. 3 നാളാണ്. ഓക്കെ, ബൈ.